ഹലോ, എല്ലാവർക്കും അനലഗസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വ്ളോഗായിട്ടാണ്. നമ്മുടെ ലോക്ക്ഡൗൺ സമയത്തും തെരുവുനായ്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഗോപി ചേട്ടനെയും ഭക്ഷണം പാചകം ചെയ്ത് കൊടുക്കുന്ന സുന്ദരേട്ടനെയും നമുക്ക് പരിചയപ്പെടാം. കേരളത്തിന് മാതൃകയാവുന്ന രീതിയിൽ ദ ഗ്രേറ്റ് പൊന്നാനി കിച്ചൺ എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത പൊന്നാനിയിലെ സാമൂഹിക അടുക്കള നടത്തുന്ന സുന്ദരേട്ടനാണിത്. പൊന്നാനിയിലെ സാമൂഹിക അടുക്കളയുടെ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം. തെരുവ് നായകൾക്ക് ഭക്ഷണം ഒരുക്കുന്ന ഇവരോട് നമ്മൾക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. സുന്ദരേട്ടനാണ് ഭക്ഷണം വെക്കണത് അല്ലേ? എത്ര ദിവസമായി? അതല്ലേ, ഇതാണ് അതിൻ്റെ സ്പോൺസർ. എന്താ ചേട്ടൻ്റെ പേരെന്താണ്? എൻ്റെ പേര് ഗോപു. ഇത് ചേട്ടൻ്റെ 2 മക്കളല്ലേ? അവിടെ എത്തിയോ? ഞങ്ങൾക്ക് പഠിച്ചതൊക്കെ 2 ദിവസം കൊണ്ടേ കാറുണ്ട്. അതിൽ കാർട്ടൂണിലാക്കിയിട്ട് പിന്നെ ഇവിടെ നമ്മളെ കരിമ്പന, ബിയ്യം, പുളിക്കക്കടവ്, പിന്നെ നമ്മളെ വള്ളപ്പുറം പാലം, ഇങ്ങനെ തൃക്കാവക്കൂടെയൊക്കെ പോയിട്ട് ഇന്ന് ജാത്ത് ഹോസ്പിറ്റൽ അവിടെയൊക്കെ ഉണ്ട് കുറേ എണ്ണം. അതിനൊക്കെ വെച്ചെടുത്ത് റോഡ് സൈഡിൽ ഇങ്ങനെ കിടക്കണ്ടോ. അപ്പോൾ ഒരു 5 ഉണ്ടെങ്കിൽ 5 പൊതി അവിടെ വെച്ചെടുക്കും തുറന്നിട്ടേ. ആദ്യത്തെ ദിവസമൊക്കെ കുറച്ച് മടി ഉണ്ടായിരുന്നു വരാൻ. ഇപ്പോൾ മടി അടുത്തേക്ക് വരുന്നുണ്ട്. കൊണ്ടുപോകണം അത്രയും ഇപ്പോൾ കഴിയോ? ഒരു 3 മണിക്കൂറത്തെ പണിയുണ്ട്. അതെല്ലേ? അടുത്ത വീട്ടിലെ പിള്ളേരൊക്കെ വരാറുണ്ടാണ്. എത്ര ദിവസമായി ഇത് കൊണ്ടുപോകാൻ തുടങ്ങിയിട്ട്? ഞങ്ങളിപ്പോൾ 3ാമത്തെ ദിവസം അത്. അതെ. ഒരു ദിവസം ബീഫ് കൊടുത്തു, 2 ദിവസം ചിക്കൻ കൊടുത്തു. ഇതിന്റെ ചെലവൊക്കെ എങ്ങനെ ചെയ്യുന്നു? ഞാൻ തന്നെ. ഇതിപ്പോൾ ഒന്നുമില്ല. ഇതിപ്പോൾ ആരെയും ഇതാക്കാനും ബോധിപ്പിക്കാനും നമുക്കൊരു കിടക്കുന്ന കണ്ടപ്പോഴേ സങ്കടം പോയിട്ട് കുറേ കണ്ട്. മറ്റേത് നമ്മൾ ഈ നമ്മുടെ കണ്ണു നിൽക്കാനായിട്ട് കുറേ എണ്ണം കിടക്കണ്ടോ. ആൾക്കാരെ കണ്ട ചിലപ്പോൾ കുറയ്ക്കണം. ഇപ്പോൾ കുറയ്ക്കാനും കൂടി വയ്യ. റോഡ് സൈഡിൽ ഇങ്ങനെ ആവശ്യന്മാരായിട്ട് കിടക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ വയ്ക്കാൻ കൂടുതൽ കുറേ ആൾക്കാർ വേറെയും കൊടുക്കേണ്ടി വരും. ഇന്നലെയൊക്കെ പോയപ്പോഴൊക്കെ മിഞ്ഞാന്ന് പോയപ്പോഴൊക്കെ അവിടെ വെള്ളപ്പം മാത്രമേ ചോറ് കറിക്ക് വെച്ചെടുത്തിട്ടുണ്ട്. അല്ല, ഇതൊരു ഇൻസ്പിറേഷൻ ആവാൻ നല്ലതാണല്ലോ അല്ലേ, ആൾക്കാർക്ക് തോന്നുകയാണെങ്കിലേ. പിന്നെ ഒറ്റയ്ക്ക് നടക്കില്ലല്ലോ. പിള്ളേർ പറഞ്ഞാൽ ഞങ്ങൾ സഹായിക്കാതെ പറഞ്ഞപ്പോൾ എന്ത് ചെയ്തോ പറഞ്ഞപ്പോൾ ആൾക്കാർക്ക് ഭയങ്കര താല്പര്യം. പലരോട് പറഞ്ഞു കേട്ടോ, ഞങ്ങൾ സ്പോൺസർ ചെയ്യുക അങ്ങനെയെന്നൊക്കെ ഉണ്ടേ. ഒരു ഒരാൾ പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ സുന്ദരേട്ടന് അരി വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അരി മേടിച്ചു കൊടുത്തു. അരി അങ്ങാടി പോയിട്ട് നല്ല മറ്റേ ബിരിയാണി അരി ഒന്നുമല്ല, അത് അരി നമ്മുടെ. അപ്പോൾ അത് മേടിച്ചു കൊടുത്തു. സാമ്പത്തികേ. അപ്പോൾ ഇനിയിപ്പോൾ സൺഡേസിലാക്കി വെച്ചിട്ടാ ഞായറാഴ്ചകളിലും വേണ്ട. ഈ ഞായറാഴ്ച അതിൻ്റെ വേറെ കുറേ ആൾക്കാർ കൊടുക്കണ്ടേ. ഉണ്ടോ ചോദിച്ചാലേ ഒരു ബാക്കിയിടും. അപ്പോൾ ഇത് കുറേ എണ്ണം അങ്ങനെ ഭക്ഷണം എടുക്കാൻ നമ്മൾ സങ്കടം കൊണ്ട് ചെയ്താ. ഒരാൾ നേരെ വിളിച്ച് പറഞ്ഞിട്ടെടുത്തേ നായ്ക്കൾ അവർ വല്ലതിന് ശല്യം കിട്ടും. നിങ്ങൾ ചോറും കൂടി കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൾ പോവില്ല എന്നൊക്കെ പറഞ്ഞേ. മോളുടെ പേരെന്താണ്? രാധിക. രാധിക. ഗോപിക. ഉണ്ടാക്കി കൊടുക്കണ്ട എല്ലാവർക്കും. അല്ല, നമ്മളെ ബിയ്യം പാലല്ലേ. അവിടെ നിന്ന് കരിമ്പനോടൊപ്പം ആദ്യം, പിന്നെ ബിയ്യം പാലത്തിനോടൊപ്പം
ഇതിനിപ്പോൾ എന്ത് ചിലവ് വരും ചേട്ടാ? ഇത് വെക്കണ ഇത് മൂപ്പർക്ക് അറിയുള്ളൂ. ബാക്കി നമ്മളപ്പോൾ ഇതിനിപ്പോൾ ഒരു 10 കിലോ അരി, 500 രൂപയുടെ ഇറച്ചി, അതിന് കണക്ക്. ഒരു ദിവസത്തേക്ക് എവിടെ നമ്മളെ കൊല്ലംപടിക്കത്തെ ഇറച്ചി കട? കുട്ടിയൊക്കെ ഭയങ്കര സപ്പോർട്ട്. മൂപ്പര് പറഞ്ഞത് അധികം ഇട്ടെന്നു. സാധാരണ കൊടുക്കണേക്കാളും നമ്മൾ കൊടുത്ത പൈസക്കാളും കൂടുതൽ 1-2 കിലോ അധികം തന്നു മൂപ്പര്. മൂപ്പർക്കൊക്കെ ഭയങ്കര താല്പര്യമുള്ള ആളാണ്. ഇതിപ്പോൾ ഭക്ഷണം പാക്ക് ചെയ്ത് കഴിഞ്ഞു. ഇത് അവരുടെ വണ്ടിയിലോട്ട് കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇപ്പോൾ സമയം രാവിലെ 6:30 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടണും കൂടെ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്